ഇസ്രയേൽ ഇറാൻ യുദ്ധം മുറുകിയതോടെ മലഞ്ചരക്ക് വിപണിയിൽ മാന്ദ്യം. കപ്പൽ ഗതാഗതം മുടങ്ങിയതോടെ വൻകിട വ്യാപാരികൾ ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ സാധനങ്ങൾ വാങ്ങൽ നിർത്തിവെച്ചതാണ് വിലയിടിവിന് കാരണം. പ്രതീക്ഷയർപ്പിച്ച കാപ്പി, കുരുമുളക്, ഏലം തുടങ്ങിയ സാധനങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് 20-ലധികം രൂപയാണ് കുറഞ്ഞത്. ഇതോടെ കർഷകരും വ്യാപാരികളും ഒരേപോലെ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ടതോടെ ഹൈറേഞ്ചിലെ മലഞ്ചരക്ക് വ്യാപാരികളും കർഷകരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വ്യാപാരികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച ഉൽപ്പന്നം കുരുമുളകും, കാപ്പിയും, ഏലവുമായിരുന്നു. അതിനാൽ കമ്പോള വിലയേക്കാൾ കൂട്ടി വാങ്ങിച്ച് സൂക്ഷിച്ചവരുമുണ്ട്. കുരുമുളകിന് മാസങ്ങളായി 700 രൂപ സ്റ്റഡിയായി നിന്നതിനാൽ മുളകിന്റെ സീസൺ കഴിയുമ്പോഴേക്കും വില ഉയരുമെന്ന പ്രതീക്ഷയിൽ കമ്പോള വിലയിൽ കൂട്ടി പലരും വാങ്ങി. യുദ്ധം ആരംഭിച്ചതോടെ 1 രൂപ വീതം കുറഞ്ഞ് ഇപ്പോൾ 680-ൽ എത്തി. കാപ്പിക്കുരുവാകട്ടെ 220-ൽ നിന്നും 200-ലെത്തി. ഏലത്തിനും 50 രൂപ വരെ കുറഞ്ഞു. വില ഉയരുമെന്ന് പ്രതീക്ഷിച്ച് വിൽക്കാതെ സൂക്ഷിച്ച കർഷകർക്കും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ആഭ്യന്തര വിപണിയിൽ വലിയ മാന്ദ്യമാണ് ഉണ്ടായിരിക്കുന്നത്. വിൽക്കുന്ന സാധനങ്ങളുടെ വില താഴുകയും വാങ്ങുന്ന സാധനങ്ങളുടെ വില ഉയരുകയും ചെയ്യുന്നത് സാധാരണക്കാരെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. യുദ്ധം നടക്കുമല്ലേ അമേരിക്കയും ഇറാനൊക്കെ ആയിട്ട്, അതുകൊണ്ട് മാർക്കറ്റ് ശരിക്കും വിരിഞ്ഞിട്ടുണ്ട്. കാപ്പിക്കുരുവില 200 രൂപ റേഞ്ചിലായി, മുളക് 650 രൂപയായി, ഏലക്ക 2200 റേഞ്ചിലാണ് ഇപ്പോൾ ഉണക്കക്കാട് വരെ നടക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ നഷ്ടത്തിൽ കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച 700 രൂപ മുളകിലുണ്ടായിരുന്നു, 20 രൂപയോളം കുറവുണ്ട്. ഏലക്കായ്ക്ക് 2350-400 ഉണ്ടായിരുന്നു, ഇപ്പോൾ 2000 200-ആയി. എല്ലാ സാധനവും വില കുറഞ്ഞു. ഇസ്രയേൽ ഇറാൻ യുദ്ധം എങ്ങനെയാണ് വ്യാപാരത്തെ ബാധിക്കുന്നത്? ഇത് ചില വ്യാപാരികളുടെ തട്ടിപ്പാണെന്നാണ് ചില കർഷകർ വാദം ഉയർത്തുന്നത്. മലഞ്ചരക്ക് വിദേശങ്ങളിലേക്ക് അയക്കുന്നത് കപ്പൽ മാർഗമാണ്. കപ്പൽ ഗതാഗതം തടസ്സമുണ്ടായതാണ് വിലയിടിവിന് കാരണം. ഇതോടെ വൻകിട വ്യാപാരികളിൽ കൂടുതൽ പേരും സാധാരണ വ്യാപാരികളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. ചില വ്യാപാരികൾ വാങ്ങുന്നുണ്ടെങ്കിലും വില ഇടിച്ചാണ് വാങ്ങുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. യുദ്ധം ഉടൻ അവസാനിച്ചില്ലെങ്കിൽ കാർഷിക വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധിയാവും ഉണ്ടാവുക. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.